നമ്മളെപ്പോഴും പറയാറില്ലേ കലയ്ക്ക് അതിരുകളില്ലെന്ന്. സത്യമാണല്ലേ? എന്തും ഏതും കലയ്ക്കുള്ളൊരു മാധ്യമമാണ്. ഒന്ന് അമർത്തിത്തൊട്ടാൽ പൊട്ടുന്ന ബലൂൺ പോലും ഉത്സവപ്പറമ്പുകളിൽ നിന്നടക്കം അപ്രത്യക്ഷമായ ബലൂണുകൾ കൊണ്ടുള്ള രൂപങ്ങൾ നിഷ്പ്രയാസം ഒരുക്കുന്ന ഒരു കൊച്ചുമിടുക്കിയാണ് നമ്മൾ ഇന്ന് കുട്ടിത്താരത്തിലൂടെ പരിചയപ്പെടാൻ പോകുന്നത്. നമ്മുടെ വഴുതക്കാട് ശിശുവിഹാൻ UP സ്കൂളിലെ 6ാം ക്ലാസ്സുകാരിയായ ജ്വാലയുടെ കയ്യിൽ ബലൂണൊക്കെ കിട്ടിയാൽ അത് നിമിഷ നേരം കൊണ്ട് പൂക്കളും മൃഗങ്ങളും ഒക്കെ ആയിട്ട് മാറും. 2.5 വയസ്സ് തൊട്ട് തന്നെ ബലൂൺ ആർട്ടിസ്റ്റാണ് ഈ കൊച്ചുമിടുക്കി. അപ്പോൾ കാണാം നമുക്ക് ജ്വാലമോളുടെ വിശേഷങ്ങൾ. ഓർമ്മ വെച്ച നാൾ മുതൽ അമ്മ ഷിജിനിയുടെ കയ്യിലെ ബലൂണുകൾ ജ്വാല കണ്ടു തുടങ്ങിയതാണ്. ബലൂണുകൾ അമർത്തിയും തിരിച്ചും വളച്ചുമൊക്കെ അമ്മയുണ്ടാക്കുന്ന രൂപങ്ങൾ ആദ്യം അവൾക്ക് അത്ഭുതമായിരുന്നു. പിന്നീടത് ആഗ്രഹമായി. അങ്ങനെ 2.5 വയസ്സുകാരി ബലൂണിൽ മനോഹര രൂപങ്ങൾ സൃഷ്ടിക്കുന്ന കലാകാരിയായി. പത്ത് വർഷമായി ബലൂണിൽ പൂവുകളെയും ജീവികളെയും ഒക്കെ ഉണ്ടാക്കുന്ന ജ്വാലയ്ക്ക് ഇന്നിത് നിസ്സാരമാണ്. ബലൂണും കൈകളും തമ്മിലൊരു ബന്ധമുണ്ടായാൽ താജ്മഹൽ വരെ ഉണ്ടാക്കാമെന്നാണ് ജ്വാലയുടെ പക്ഷം. പക്ഷെ അതിന് കാലാവസ്ഥ അറിയണം, ബലൂണിനെ അറിയണം, അതിലെത്ര വായു നിറയ്ക്കണമെന്ന ബോധ്യമുണ്ടാകണം. എയർ വീർപ്പിക്കുന്ന സമയത്ത് അതിനനുസരിച്ച് വീർപ്പിക്കണം. കാരണം ഇതേപോലെ പൊട്ടുന്നതുകൊണ്ട് അതിനനുസരിച്ചിട്ട് സോഫ്റ്റ് ആയിട്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് അതിൻ്റെ ഒരു അളവൊക്കെ ഉണ്ട് ഓരോരോ സാധനത്തിൽ. ഇപ്പോൾ ഫ്ലവറിനാണെങ്കിൽ അതിന് വേറെ അളവാണ്, ഡ്രാഗൺ ഫ്ലൈക്ക് വേറെ അളവാണ്. അപ്പോൾ അതിനനുസരിച്ച് വീർപ്പിച്ചൊക്കെ ചെയ്താൽ സംഭവം ഹിറ്റാക്കി എടുക്കാം. 2.5 വയസ്സിൽ ബലൂൺ ആർട്ടിസ്റ്റായി ജ്വാലയെ തേടി 4ാം വയസ്സിൽ ആദ്യ പുരസ്കാരമെത്തി. പിന്നീട് അങ്ങോട്ട് നിരവധി അംഗീകാരങ്ങൾ, 100 കണക്കിന് വേദികൾ. APJ അബ്ദുൽ കലാമിൻ്റെ അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു എനിക്ക്. അതേപോലെ എനിക്ക് തോന്നുന്നത് ഏറ്റവും യങ്ങസ്റ്റ് ബലൂൺ ആർട്ടിസ്റ്റിൻ്റെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൻ്റെ അവാർഡുണ്ടായിരുന്നു, GRRFൻ്റെ അവാർഡുണ്ടായിരുന്നു. പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കുറച്ച് ഉപദേശങ്ങൾ നൽകാനുണ്ട് ജ്വാലയ്ക്ക്. ആഗ്രഹവും നിരന്തരമായ പരിശീലനവുമാണത്. ഒരു ദിവസം ഇപ്പോൾ പ്രാക്ടീസ് ചെയ്ത് നാളെ പ്രാക്ടീസ് ചെയ്താൽ പിറ്റേ ദിവസം പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി നിന്നാൽ അത് കിട്ടില്ല, അത് മൊത്തത്തിൽ കഴിയുന്നു. അപ്പോൾ എല്ലാ ദിവസവും അതിങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം. ബലൂണിലെ മനോഹര സൃഷ്ടി മാത്രമല്ല, പാട്ടിലും ഡാൻസിലുമൊക്കെ ജ്വാലയ്ക്ക് താല്പര്യമുണ്ട്. കവിതയാണ് മറ്റൊരിഷ്ടം. ഇംഗ്ലീഷ് കവിതാരചനയിൽ ജ്വാലയ്ക്ക് സമ്മാനങ്ങൾ ലഭിച്ചിട്ടുണ്ട്. സ്കൂൾ കലോത്സവങ്ങളിലും നേട്ടങ്ങൾ ഒരുപാടുണ്ട്. ആനുവൽ ഡേ, ക്രിസ്മസ് അങ്ങനെയൊക്കെ വരുമ്പോൾ ഡാൻസ് കളിക്കും. അതേപോലെ ഇങ്ങനത്തെ സ്പെഷ്യൽ ഒക്കേഷൻസിനൊക്കെ ഇങ്ങനെ പാട്ടും പാടാറുണ്ട്. പിന്നെ ക്രാഫ്റ്റ് ചെയ്യും, കവിതയും എഴുതും. അമ്മയാണ് ജ്വാലയുടെ റോൾ മോഡൽ. അമ്മയെക്കുറിച്ച് പറയുമ്പോൾ 100 നാവാണ് ഈ മിടുക്കിക്ക്. അമ്മ ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. എന്താണെങ്കിലും ഡാൻസ് ആണെങ്കിലും പാട്ടാണെങ്കിലും കവിത എഴുതാനാണെങ്കിലും മൊത്തം നല്ലോണം സപ്പോർട്ട് ചെയ്യും. എന്തൊക്കെ ഉണ്ടായാലും എന്നെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. സോ ഐ ലവ് ഹർ. ഇതൊരു വാളാണ്. ഞാൻ ഉണ്ടാക്കിയതല്ല, ജ്വാല ഉണ്ടാക്കിയതാണ്. ഞാൻ ഉണ്ടാക്കാൻ ശ്രമിച്ചിരുന്നു. 8 ബലൂൺ പൊട്ടിയപ്പോൾ നിർത്തി. പക്ഷേ പരിശ്രമിച്ചാൽ നമുക്കും നല്ലൊരു ബലൂൺ ആർട്ടിസ്റ്റാൻ കഴിയുമെന്നാണ് ജ്വാല പറയുന്നത്. ജ്വാലയ്ക്കും ക്യാമറമാൻ MG മഞ്ജുഷിനുമൊപ്പം ബിനിൽ ലീല സാബു, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.